Hello friends, welcome to Geethu's kitchen. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ചെമ്മീൻ ഇട്ട ചക്കക്കുരു മുരിങ്ങാക്കോൽ മാങ്ങ ചാറുകറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചാറുകറിയാണിത്. അതിനു മുമ്പ് ആദ്യമായാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ നോട്ടിഫിക്കേഷനായി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുക്കളയിലേക്ക് നമുക്ക് പോകാം. ആദ്യമായി ഒരു ചട്ടിയിലേക്ക് ചെമ്മീൻ ചെറുതായി നുറുക്കിയതും ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് പച്ചമുളകും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വലിയ ചെമ്മീൻ ആയതുകൊണ്ടാണ് ഞാനിവിടെ നുറുക്കിയെടുത്തിരിക്കുന്നത്. ചെറിയ ചെമ്മീനാണെങ്കിൽ അതുപോലെ തന്നെ ഇടാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നന്നാക്കി നുറുക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് വേവിച്ചെടുക്കാം. ചക്കക്കുരു വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോൽ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മുരിങ്ങാക്കോൽ ഒരു മുക്കാൽ വേവാകുമ്പോൾ ഇതിലേക്ക് പച്ചമാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കറിക്ക് വേണ്ടിയുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതിനായി ഒരു മുറി തേങ്ങയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2-3 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നല്ല വെണ്ണ പോലെ അരങ്ങി കിട്ടണം. നമ്മുടെ കറി കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ആ മിക്സിയൊക്കെ ഒന്ന് കഴുകി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി കറി തിളയ്ക്കാൻ പാടില്ല. ചെറു തീയിൽ വെച്ച് ഒന്ന് കാഞ്ഞെടുക്കാം. ഇനി നമുക്ക് താളിച്ചിടാനായി വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് 3-4 കൊല്ലമുളക് കീറിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നിളക്കി കറിയിലേക്ക് ചേർക്കാം. ഇനി കറി കുറച്ചു നേരം മൂടി വെക്കണം. താളിച്ചതിൻ്റെ മണം പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കറി നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇട്ട ചക്കക്കുരു മുരിങ്ങാക്കോൽ മാങ്ങ ചാറുകറി റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.